മൈ വെന്യൂ. അപ്പൊ ഇന്നും അടിപൊളിയായിട്ടുള്ള കോഡ് സെറ്റ് ആണ് കേട്ടോ. അത് കോഡ് സെറ്റ് ഇതിന്റെ നിങ്ങൾ കണ്ടാൽ അറിയാം. ഇതിന്റെ നമ്മളൊരു റെഡ് കളർ മുമ്പ് ഇട്ടായിരുന്നു. റെഡ് അത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയിട്ടില്ല. അതിന്റെ തന്നെ സിമിലർ ആയിട്ടുള്ള പ്രിന്റ്, അതേപോലെ തന്നെയുള്ള പ്രിന്റ് അതേ പാറ്റേണിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ഒരു ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് ഉണ്ട്, നല്ല അടിപൊളിയാണ്. ഇതും ഒരു ലൈറ്റ് പിങ്കിന്റെ മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ ഈ ഷെയ്ഡ് വന്നിരിക്കുന്നത്. വിതൗട്ട് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. ഷർട്ട് കോളർ പാറ്റേണിൽ നല്ല അടിപൊളിയായിട്ടുള്ള കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ആ പാന്റിന്റെ ബോട്ടത്തിന്റെ എൻഡിലും നമുക്ക് ആ ഒരു ബോർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടോപ്പിന്റെ എൻഡിൽ ആ സെയിം ബോർഡർ തന്നെ. ഷർട്ട് കോളറാണ്. സ്ലീവിന്റെ എൻഡിലോട്ടും ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വിത്ത് ലൈനിങ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 1990 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ടോപ്പും ബോട്ടവും കൂടെ ഇവിടെ റെഡിയാക്കി സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ബൊട്ടിക്കിൽ ചെയ്തേക്കുന്നതാണ്, അല്ലാതെ റെഡിമെയ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക. അല്ലാതെ കമ്പയർ ചെയ്ത് മെറ്റീരിയൽ റേറ്റ് അത് അത് അത്രയും ഡിമാൻഡുള്ള ഒരു പീസാണ്. നമ്മളിത് ചെയ്തെടുക്കുന്ന പ്രോസസ്സിൽ കൂടെ വരുന്നതാണ്. ഞാനിതിന്റെ പ്രിന്റിന്റെ ഒന്നും കൂടെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ ഈ നോർത്തിലൊക്കെ കാണുന്ന സ്റ്റൈൽ ആ ഒരു കൺസെപ്റ്റ് ആണ് ഇതിന്റെ പ്രിന്റ് വരുന്നത്. ടോട്ടലി നമ്മൾ കാണുന്നതിലും ഒരു ഫ്ലവേഴ്സിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഇതേപോലെയാണ് അതിന്റെ പ്രിന്റ് വരുന്നത്. ഇത് കണ്ടോ, ഈ ഒരു പാറ്റേണിലോട്ട് ഇതിന്റെ എൻഡിലോട്ട് ഇതുപോലെ ഈ ഒരു ബോർഡർ വന്നിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതേപോലെ ഒരു പ്ലെയിൻ ഇതാണ് വന്നിരിക്കുന്നത്. സ്ലീവിന്റെ എൻഡിലോട്ടും ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ബോട്ടം ചെയ്തേക്കുന്നത്. ബോട്ടത്തിന്റെ എൻഡിലോട്ടും കറക്റ്റ് ആയിട്ട് ഇതേപോലെ ബോർഡർ വന്നിട്ടുണ്ട്. ഇലാസ്റ്റിക് രണ്ട് സൈഡും ഇലാസ്റ്റിക് വെച്ചിട്ടൊക്കെയാണ്. അപ്പം നമ്മൾ അത്യാവശ്യം എന്താ പറയാ, ഒത്തിരി ടൈറ്റ് ഫിറ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഇത് വിത്ത് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നത്. അതല്ല ഭയങ്കര ഫ്രീ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ വിത്ത് ലൈനിങ് വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി. ഇനി വേറൊരു പാറ്റേണും കൂടി ഉണ്ട്. വേറെ ഇതുപോലെ ഇത് റേയോൺ ആട്ടോ ഫാബ്രിക് വരുന്നത്. അത്യാവശ്യം തിക്നെസ് ഉള്ളതുകൊണ്ട് ലൈനിങ്ങിന്റെ ആവശ്യമില്ല. വേറൊരു കളർ ഇതുപോലെ ബ്ലൂയിലോട്ടാണ് ചെയ്തേക്കുന്നത്. ബ്ലൂ വിത്ത് ഈ ഒരു പ്രിന്റ് വരുന്നത് കണ്ടോ. നമ്മൾ കോഡ് സെറ്റ്സ് ആവുമ്പോൾ എപ്പോഴും ഈ ഒരു ഡാർക്കർ ഷെയ്ഡ്സ് ആയിരിക്കും നല്ല ഭംഗി. ഷർട്ട് കോളർ പാറ്റേണിലോട്ടാണ് ചെയ്തേക്കുന്നത്. സ്ലീവിലോട്ടും ബോർഡർ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് അത്രയും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ ഞാൻ സ്പെഷ്യലി എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഇതുപോലെയുള്ള മെറ്റീരിയൽസ് വിത്ത് ബോർഡർ വരുമ്പോൾ വിത്ത് 44 ഒക്കെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ജോയിന്റ് കൊടുക്കേണ്ടി വരും. കാരണം ഒരു ബോർഡർ വരുന്നതിന് നമുക്ക് മേലോട്ട് എന്തായാലും ലെങ്ത് വേണമല്ലോ, 47 ലെങ്ത്. അപ്പൊ നമ്മൾ ബാക്കിലോട്ട് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, ജോയിന്റ് കൊടുത്തിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വിത്ത് ലൈനിങ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. കാരണം അല്ലെങ്കിൽ നമ്മൾ വിത്തൗട്ട് ലൈനിങ് ജോയിന്റ് വരുമ്പോൾ ഒരു ഇതാണ്. അപ്പം വിത്ത് ലൈനിങ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. അപ്പൊ വിത്ത് ലൈനിങ് വരുമ്പോൾ നമുക്ക് 2250 വരും. അപ്പോൾ നിങ്ങൾക്ക് 47 ലെങ്ത് ആണ്. ഇനി ഞാൻ വേറെ ഒരെണ്ണം കൂടെ കാണിച്ചു തരാൻ. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം വേറെ ചെയ്യുമ്പോഴാണ് അതിന്റെ ഭംഗി. നേരത്തെ കാണിച്ച ആ ബ്ലൂടെ ടോപ്പ് ഇതാണ്. ഇതും വേറെ നല്ല ഡ്രസ്സോട്ടോ. ഇതിന് നമുക്ക് ജോയില്ല. കാരണം ഇങ്ങനത്തെ ഇത് ബോർഡറും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിത് ആ ഫ്ലവറിന്റെ ഡിസൈനിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ഓരോ ഡിസൈൻ ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ ഞാൻ പറയാണ്. നാളെ എല്ലാവരും റിസീവ് ചെയ്തിട്ട് കംപ്ലൈന്റ് പറയരുത്. ഇതുപോലെ ഇതാണ് ബ്ലൂ കളർ, നല്ല അടിപൊളിയാണ്. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇതേപോലെ കണ്ടോ, ഇതാണ് അതിന്റെ പ്രിന്റ് വരുന്നത്. ബ്ലൂ ഇതുപോലെ നമുക്ക് ഈ ഒരു സീസണിൽ ചൂടായിട്ടുള്ള ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയതാണ്. ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡും ഇലാസ്റ്റിക് വെച്ചിട്ട് ഒരു പലാസോ ബോട്ടം ആണ് ചെയ്തേക്കുന്നത്. അപ്പം ഈ ഒരു പാറ്റേൺ ഞാൻ വെയർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നല്ല സ്റ്റൈലായിട്ട് വെയർ ചെയ്യാട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ഉണ്ടാവും. വിത്ത് ലൈനിങ് ആണ് നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യണമെന്നുള്ളതിന് ഏറ്റവും ബെസ്റ്റ്. 47 ലെങ്ത്, ബോട്ടം ഇതേപോലെ വരും. ഇതുപോലെ നല്ല മാച്ച് ആവുന്ന കളറാട്ടോ. ഡാർക്ക് നേവി ബ്ലൂ കളറിലോട്ട് ഇതുപോലെ ഒരു യെല്ലോ, ഒരു ഡാർക്ക് ഷെയ്ഡുള്ള യെല്ലോ അല്ല, ഒരു എന്താ പറയാ ബ്രിക്ക് കളർ വരുന്ന ഫ്ലവേഴ്സ് വരുന്നതാണ്. അപ്പൊ ഇതുപോലെ ഉണ്ടാവും. ഇതിന്റെ ലെങ്ത് 47 വരുന്നുണ്ട്. ഇത് നമുക്ക് വിത്ത് പലാസോ ഇതുപോലെ നല്ല ലൂസ് ആയിട്ടുള്ള സെമി പലാസോ ബോട്ടം ചെയ്ത് അടിപൊളിയായിട്ട് വെയർ ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം അത്രയും ലിമിറ്റഡ് മെറ്റീരിയലേ ഉള്ളൂ. കോളറും നമ്മൾ ചെറിയ ഒരു ഷർട്ട് കോളർ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഷോളിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 1990 പ്ലസ് ഷിപ്പിംഗ് ആണ്. മറ്റേത് വിത്ത് ലൈനിങ് വരുമ്പോൾ 2250 വരും. വിത്ത് ലൈനിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് ഒരു 10 to 15 വർക്കിംഗ് ഡേയ്സ്, മാക്സിമം 10 നോക്കാം. വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.